കാരണം സുതാര്യത വളരെ പ്രധാനമാണ്. അത് കടമെടുപ്പാണെങ്കിലും പൗരത്വ നിയമമാണെങ്കിലും. കാരണം ഇത് രണ്ടിലും സുതാര്യത ഉണ്ടാവണം. കാരണം തെറ്റിദ്ധരിപ്പിക്കലുകളുടെയും വ്യാജ വാർത്തകളുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതിൻ്റെ ഏജൻറ്റുമാരായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ മാറരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ പക്ഷങ്ങളെയും തുല്യ പ്രാധാന്യത്തോടുകൂടി കേൾക്കുകയും അതോടൊപ്പം പ്രക്ഷേപണം ചെയ്യുകയും അച്ചടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ മുഖാമുഖം എല്ലാ ശബ്ദങ്ങളെയും എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കാനുള്ള ഒരു അവസരമാകട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഞാനും അതേ രണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇന്നിവിടെ വന്നത്. ഇന്നിപ്പോൾ കോടതിയുടെ മുൻപാകെ, സുപ്രീം കോടതിയുടെ മുമ്പാകെ കേരളം നൽകിയ കടമെടുപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹർജി, ആ ഹർജിയുടെ ഇന്നലെ കോടതി മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശത്തെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ഇന്ന് കോടതി വീണ്ടും അത് കേട്ടു. അപ്പോൾ കേന്ദ്ര സർക്കാർ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള സാമ്പത്തിക സഹായം, ആ സഹായം സ്വീകരിക്കില്ല എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കലാണ്, കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. കാരണം ശമ്പളവും പെൻഷനും അടക്കം മുടങ്ങി ജനം മുഴുവൻ ദുരിതത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞത് 10 ദിവസത്തേക്കുള്ള പണം പോലും സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം ഖജനാവിലില്ല എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, മാനദണ്ഡങ്ങൾ മാറ്റുന്ന കാര്യം പറഞ്ഞില്ല, വിവേചനത്തിൻ്റെ കാര്യത്തിലൊന്നും പറഞ്ഞില്ല. പകരം പറഞ്ഞു കേരളത്തെ സഹായിക്കാൻ 10,000 കോടിയെങ്കിലും കൊടുത്തുകൂടെ. കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം, കേന്ദ്ര സർക്കാർ 5,000 കോടി കൊടുക്കാൻ സമ്മതിച്ചു. കാരണം പിണറായി സർക്കാരിൻ്റെ കൊള്ളരുതായ്മയുടെ പേരിൽ, കെടുകാര്യസ്ഥതയുടെ പേരിൽ കേരളത്തിലെ ജനങ്ങൾ ശിക്ഷിക്കപ്പെടരുത്, കേരളത്തിലെ ജനങ്ങൾ ദുരിതത്തിലാവരുത്. പക്ഷേ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം അത് വേണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ പണമല്ല വേണ്ടത്, രാഷ്ട്രീയ പ്രചരണത്തിലുള്ള ഒരു മാധ്യമമായിട്ട് ഈ കേസിനെ മാറ്റണം എന്നുള്ളതാണ് പിണറായി സർക്കാരിൻ്റെ ലക്ഷ്യം. മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള ഒരു സമീപനം പോലെയാണ് ഈ സമീപനം. കാരണം ജനം പട്ടിണിയായിട്ടും കേന്ദ്ര സർക്കാർ കൊടുക്കാമെന്ന് പറയുന്ന 5,000 കോടി വേണ്ട എന്ന് കോടതിയിൽ പറഞ്ഞതിൻ്റെ കാരണം പിണറായി സർക്കാർ ജനങ്ങളോട് വിശദീകരിക്കണം. അതുമാത്രമല്ല, ഈ കടമെടുപ്പിൻ്റെ കണക്കുകൾ, കേരളം വാങ്ങിയിട്ടുള്ള കടത്തിൻ്റെയും കേരളം ആവശ്യപ്പെട്ടുള്ള കടത്തിൻ്റെയും ഒക്കെ കണക്കുകൾ എന്തുകൊണ്ടാണ് 5,000 ആകുന്നത്, 5,000 കോടിയായിട്ട് അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? വളരെ വിശദമായിട്ട് കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു. പക്ഷേ ആ കണക്ക് പുറത്തുവിടരുത് എന്നാണ് കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ കോടതിയിൽ വാദിച്ചത്. നിങ്ങൾക്ക് സംശയമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കോടതിയുടെ ഇന്നത്തെ നടപടിക്രമങ്ങൾ വിശദമായിട്ട് റെക്കോർഡായിട്ട് രേഖാമൂലം പുറത്തു വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. കാരണം മറച്ചു വെക്കാൻ ഒന്നുമില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പുറത്തുവിടാൻ പേടിക്കുന്നത് എന്താണ്? കാരണം കേന്ദ്ര സർക്കാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ ഇത്രയും കടമെടുത്ത് കൂട്ടിയാൽ ഈ സാമ്പത്തിക വർഷാവസാനം, വരുന്ന വർഷത്തിലെ സാമ്പത്തിക വർഷാവസാനം ആകുമ്പോഴേക്ക് കേരളം വളരെ വലിയ കടക്കെണിയിലാണ് ചെന്നെത്താൻ പോകുന്നത്. അത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. അങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കടം എടുക്കുന്നതിന് പരിധി നിശ്ചയിക്കണം, ഒരു പരിധിയിൽ കൂടുതൽ കടമെടുക്കരുത്. കേന്ദ്ര സർക്കാർ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇപ്പോൾ ശമ്പളം കൊടുക്കുന്നത് 2 ദിവസത്തേക്ക് വൈകി, 3 ദിവസത്തേക്ക്. ഈ രീതിയിൽ പോയാൽ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കേരളം എത്തും എന്നുള്ള ആശങ്ക ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കണക്കുകൾ അവതരിപ്പിച്ചത്.
എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ നിലച്ചു പോകും. അപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ വാദമൊക്കെ ശരി, പക്ഷെ ഇതൊന്നും പുറത്തു വിടരുത്, മാധ്യമങ്ങൾക്ക് കൊടുക്കരുത്. മാധ്യമങ്ങളിൽ വന്നാൽ എന്താ കുഴപ്പം? തിരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാർ നടത്തുന്ന കൊള്ളരുതായ്മയും ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റും, ആ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് ജനങ്ങളറിയും.